പിതാവെ, വൈദികർക്ക് മാത്രമാണ് രോഗലേപനം നൽകാനുള്ള ഈ അധികാരമെന്ന് പറഞ്ഞല്ലോ. വൈദിക പട്ടം സ്വീകരിച്ചു കഴിഞ്ഞ് അതുപേക്ഷിച്ച് കുടുംബജീവിതം നയിക്കുന്ന പണ്ട് വൈദിക പട്ടം സ്വീകരിച്ച ഒരാൾക്ക് അതായത് വൈദികനില്ലാത്തൊരു അവസരത്തിൽ രോഗലേപനം നൽകാൻ വല്ല അവസരമുണ്ടോ? അതിനെപ്പറ്റി എന്നുള്ളൂ. യെസ്, സാൻജോസ് ഇത്തരം സങ്കീർണമായ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് മനസ്സിലാക്കിയെന്ന്? നീ പണ്ട് സെമിനാരിൽ പോയിട്ടുണ്ടോ? ഒരു 1.5 വർഷം. 1.5 വർഷം തലശ്ശേരി തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ മൈനർ സെമിനാരിൽ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. യെസ്, സാൻജോസ് ചോദിച്ചത് വളരെ പ്രസക്തവും വസ്തുതാപരവുമായൊരു ചോദ്യമാണ്. അതായത്, ഒരാൾ വൈദിക പട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ വൈദിക പട്ടത്തിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തി അദ്ദേഹത്തെ അതിൽ നിന്ന് ആ മിനിസ്ട്രിയുടെ പരികർമ്മത്തിൽ നിന്ന് മാത്രമേ അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത പൗരോഹിത്യം എന്ന കൂദാശ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അദ്ദേഹം പുരോഹിതൻ തന്നെയാണ്. പക്ഷേ ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് സഭ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു രോഗി മരണാസന്നനായിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു വൈദികൻ്റെ പാപമോചനം നേടണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റ് നിയമാനുസൃതം ഇത് പരികർമ്മം ചെയ്യാൻ അനുവാദമുള്ള വൈദികരാരും സ്ഥലത്തില്ല. അവരെ ഉടനെയൊന്നും കിട്ടാനും സാധ്യതയില്ല എന്ന് വരുന്ന സാഹചര്യങ്ങളിൽ തിരുസഭാ മാതാവ് ഇങ്ങനെ പൗരോഹിത്യം ഉപേക്ഷിച്ച വൈദികർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ്. അറ്റ് ദ ഡേഞ്ചർ ഓഫ് ഡെത്ത്, മരണകരമായ സാഹചര്യമാണ് എന്ന് ഉറപ്പാകുന്ന സാഹചര്യത്തിൽ തനിക്ക് വിലക്കപ്പെട്ട കാര്യമാണ് എങ്കിലും ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള പൗരോഹിത്യ അധികാരം ഉപയോഗിക്കാൻ ഈ ഇപ്രകാരമുള്ള എക്സ് പ്രീസ്റ്റുകളെ സഭ അനുവദിച്ചിട്ടുണ്ട്. അത് അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ഉള്ള കാര്യമാണ് എന്നുകൂടി ഓർക്കണം.